Nirmalamada Convent School, AR. Our dear Principal Sister Shan Mariam, Vice Principal Sister Jyotheres, Chief Guests, teachers, and all my dear friends. Happy Republic Day and a very warm welcome to all. I am Neha Sarakurekus K from Standard 6, and today in this celebration, I will be your host. Without any further ado, let's get into the program. Prayer makes everything blessed. It binds us with God and brings us closer to Him. It is our strength. So, let's start this program with a prayer. I invite Alan Emphalis of Class 6 for the prayer. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for each new day, He will make a way. He will make a way. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for each new day, He will make a way. He will make a way. Thank you, Alan. India is the 7th largest country in the world, second in population, and more than that, it has the largest democracy. India achieved independence from British on 15th of August 1947. It was not an easy task to execute, but Dr. B.R. Ambedkar completed the task. Later on, it was released on 26th of January 1950, on which day we celebrate the Republic Day. Thousands of salutes to this great nation of ours. May it become even more prosperous and great. I am immensely overjoyed to take the opportunity to introduce our chief guest of the day. First and foremost, with the auspicious memories of Republic Day, it's a great honor for me to introduce and welcome our chief guest of the day, Mrs. Meena Sarjan, who has been the Karamur Panchayat President and also an active member in social work from 2010. I welcome you, ma'am, to this program. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഇയാൾ ഗ്രാമത്തിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി രൂപീകരിച്ച നിർമ്മലമാത സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 7 പതിറ്റാണ്ടും 3 വർഷവും പിന്നിടുന്ന ഈ കാലഘട്ടത്തിലാണ് നാം നമ്മുടെ രാജ്യത്തിന്റെ 72ാമത് റിപ്പബ്ലിക് ദിനം ജനുവരി 26-ന് ആഘോഷിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രത്തലവനെ ജനങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുക. 20 വർഷത്തിലേറെയായി ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു ഇന്ത്യ. 1947 ആഗസ്റ്റ് മാസം 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും അന്ന് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിരുന്നില്ല. ഇന്ത്യയിൽ അന്ന് ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുക്കുന്നതിന് ജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. നിരവധിയായ സമര പോരാട്ടങ്ങളിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും ഇന്ത്യ ഒരു സ്വതന്ത്രമായെങ്കിലും ഇന്ത്യക്ക് ആ സമയത്ത് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. അതിനാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനനുസരിച്ചാണ് ഇന്ത്യയിലെ ഭരണനിർവഹണം നടത്തിയിരുന്നത്. 1949 നവംബർ 26-ന് ബി.ആർ. അംബേദ്കർ ചെയർമാനായ കമ്മിറ്റി പൂർത്തിയാക്കിയ
ഭരണഘടന 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നതോടുകൂടിയാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത്. അന്നു മുതലാണ് ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രത്തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന രാജ്യം മുഴുവൻ പ്രാബല്യത്തിൽ വന്നു. ആ ദിവസത്തിന്റെ ഓർമ്മയായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. എനിക്ക് ഈ ദിവസം നിർമ്മലമാത സ്കൂളിലെ കുട്ടികളോട് പറയാനുള്ളത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളായ ഇന്ത്യയിലെ ആദ്യ പട്ടികജാതിക്കാരിയായ ബിരുദധാരിണിയായ ദാക്ഷായണി വേലായുധനെ കുറിച്ചാണ്. 1935 കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടാതെ ഈ നാടിനും തനിക്കും രക്ഷപ്പെടാനാവില്ല എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി സ്വന്തം സഹപാഠികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ കഴിയാതെ ക്ലാസ്സിന് പുറത്തു നിന്ന് പഠിച്ചാണ് ദാക്ഷായണി വേലായുധൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് BSc കെമിസ്ട്രിയിൽ ബിരുദം നേടിയത്. ഇന്ത്യയിലെ ആദ്യ പട്ടികജാതിക്കാരിയായ ബിരുദധാരിണിയായിരുന്നത് ദാക്ഷായണി വേലായുധനാണ്. പണ്ടു കാലഘട്ടത്തിലെ വെല്ലുവിളികളെയും ജാതി വ്യവസ്ഥയെയും അതിജീവിച്ചാണ് ദാക്ഷായണി വേലായുധൻ വിദ്യാഭ്യാസം നേടിയത്. ഈ കൊറോണ കാലഘട്ടത്തിൽ നാം എല്ലാം ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് പഠനം നടത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രതിസന്ധി കാലഘട്ടത്തിലെ മുഴുവൻ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്നും മികച്ച വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ സഹജീവികളോടുള്ള കരുണയും സ്നേഹം എന്നിവയുള്ളവരായി നിർമ്മലമാത സ്കൂളിനും നമ്മുടെ നാടിനും അഭിമാനിക്കാവുന്നവരായി മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, ma'am, for your valuable time. Next, I would like to welcome a very important person. He is the father of Joshim M. Thomas, a student of class 3 in our school, and also a PTA executive member, and also the jail superintendent of Delhi Column. He is awarded with the Rashtrapati Award for his excellent services. I also take this opportunity to congratulating Thomas sir on behalf of the Nirmalai's family. I welcome Thomas sir to our Republic Day celebration. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാൻ മരിയ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ഇന്ന് 72ാമത് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുകയാണ്. ഭാരതത്തിലെ എല്ലാവർക്കും ചരിത്ര ദിനമാണിന്ന്. 1947 ആഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ഇന്നേ ദിവസമാണ്. 1950 ജനുവരി 26-ാം തീയതി. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം പരമാധികാരമുള്ള ജനാധിപത്യ രാഷ്ട്രമെന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം ജനങ്ങളിലാണ്. ലോകത്തിൽ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 അടിസ്ഥാന മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥർക്ക് ബഹിരഹിതമായി ജീവിക്കുവാനും അവരുടെ അഭിപ്രായ പ്രകടനം നടത്തുന്നതിനും സ്വതന്ത്രമായി ജീവിക്കുന്നതിനും പറ്റിയ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യയുടെ മോചനത്തിനായി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ അനുസ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും മറ്റ് ധീരദേശാഭിമാനികളെയും അനുസ്മരിക്കുന്നതോടൊപ്പം രാജ്യത്തിൻ്റെ 72ാമത് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir. I will also like to welcome our dear principal sister, known among all of us for her knowledge, who has been one of the best role models for us, who has led us to much more greater heights. Our honorable principal sister Shan Maria, a warm welcome, sister.
My beloved teachers, students and parents, on January 26, 1950, India became a country with a constitution of its own. She bid goodbye to the laws enacted and implemented by the British. The day continues to be celebrated with a patriotic zeal and fervor. Dr. Rajendra Prasad, first President of India, said, "We must rededicate ourselves on this day to the peaceful but sure realization of the dream that had inspired the father of our nation. The dream of establishing a classless, cooperative and happy society. Let's make a great promise that we should live together in peace and happiness as the people of the same nation." On this auspicious occasion, let me congratulate our beloved parent M.V. Thomas on receiving the Rashtrapati Award for excellent service. This is a proud moment for the Nirmalite family. Republic Day greetings. Have a nice day. Thank you, sister. I also welcome our Vice Principal, Sister Jo Therese, to join us in the event. Once again, I extend my warm welcome to all our chief guests, principal, vice principal, teachers, and all my dear friends. Now it's time for the speech, without which the program is almost incomplete. For this, I would like to invite Austin Viju Okara of Class 4th for delivering the Republic Day speech. Good morning, everyone. Respected principal, teachers, parents, and all my friends. Today, I'm going to share a few words about Republic Day. First of all, I'm wishing you a very happy Republic Day. This year, we are celebrating our 72nd Republic Day. Republic Day is celebrated on the 26th January every year. On this day, we need to salute the tricolor flag and the army who keep safe the flag and the pride of our nation. Before independence, India was under British rule. Let us pledge that we will make our country the best country in the world. I am ending my words. Austin Viju Okara, studying in grade 3. Vande Mataram, Vande Mataram, Vande Mataram, Vande Mataram. I'm proud to be an Indian. Jai Hind, Jai Bharat. Amazing. That was great. Now it's time to have some fun. Dance is more than the form of exploring different ways to make a shape or learning a series of steps to music. I would like to invite Fatima Jana of Class UKG for the dance performance.
contribute the education of young people through a value-based system based on the Scout promise and law to help build a better world where people are self-fulfilled as individuals and play a constructive role in the society. And now, I would like to welcome our brave and courageous Scout and Guide students for a stunning dance performance. വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തുചേർന്നൊരു ഭാരതം നിത്യഭാസുരവേദസാരുത പൂത്തുലഞ്ഞൊരു ഭാരതം ജാതിവേദ മതാന്ത ചിന്തകൾ മാഞ്ഞു പോയൊരു ഭാരതം സത്യധാർമ്മിക മൂല്യ സംഹിത എന്നും ഇവിടെ സനാതനം ഭാരതം മനോഹരം പുണ്യഭാരതം പരിപാവനം വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം നിത്യഭാസുര വേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം ഇരവിലും പകലിലും ഹൃദയമാം വേദിയിൽ ശുഭസുതി മനോഹര സ്നേഹജാതക എഴുതുമീ നാമം വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം നിത്യഭാസുര വേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം ജാതിവേദ മതാന്ത ചിന്തകൾ മാഞ്ഞു പോയൊരു ഭാരതം സത്യധാർമ്മിക മൂല്യ സംഹിത എന്നും ഇവിടെ സനാതനം ഭാരതം മനോഹരം പുണ്യഭാരതം പരിപാവനം വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം നിത്യഭാസുര വേദചാരുത പൂത്തുല. Thank you friends for your dance. Now that moment has come for the cultural programs. Our small kids will be there, dressed in fancy dress to share with us the auspicious memories of Republic Day. So, let's get into it. Enjoy. I am Jawaharlal Nehru, the first Prime Minister of India. I love my India. Jai Hind. हम लड़ेंगे
6th January, our constitution was written by Dr. Babasaheb Ambedkar. On this day, I would like to remember all the great leaders and soldiers who sacrificed their life for our nation. Thank you. Jai Hind. Hi friends, good morning. My name is Devanand. Today I am presenting the character of Dr. B.R. Ambedkar. I was also known as Baba Sahib Ambedkar. My full name is Bhimrao Ramji Ambedkar. I am the Independence India first law justice minister. I am the architect of Indian Constitution. I got Bharat Ratna. Jai Hind, Jai Bharat. Thank you. Hare Ram, Hare Ram. Good morning, everyone. Myself, Arjun. I like to speak about Bhagat Singh. Bhagat Singh was prominent freedom fighter, also known as Shahid Bhagat Singh. He was born on 20th September 1907 at Bengal village in Punjab. His father's name is Sardar Kisan Singh, was also freedom fighter. Bhagat Singh founded Naujawan Varia Sabha in 1925 for the India's independence. His words Inquilab Zindabad had a great impact on the youth. During freedom movement, he was arrested. British police and for the bomb blasting in New Delhi Assembly. He was hanged on 23 March along with Rajguru and Sukarya. Thank you. कामयाब हम होंगे कामयाब एक दिन हो मन में विश्वास पूरा है विश्वास हम होंगे कामयाब एक दिन होगी शांति चारों ओर होगी शांति चारों ओर होगी शांति चारों ओर एक दिन हो मन में है विश्वास पूरा है विश्वास होगी शांति चारों ओर एक दिन हम चलेंगे साथ साथ डाल हाथों में हाथ हम चलेंगे साथ साथ एक दिन हो मन में विश्वास पूरा है विश्वास हम चलेंगे साथ साथ एक दिन नहीं डर किसी का आज नहीं भय किसी का आज नहीं डर किसी का आज एक दिन हो मन में विश्वास पूरा है विश्वास नहीं डर किसी का आज एक दिन ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റി ജന്മാഗ്രഹമല്ലോ ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല ജനകോടികൾ
देश से है प्यार तो हर पल ये कहना चाहिए, मैं रहूं या ना रहूं भारत ये रहना चाहिए। सिलसिला ये बात मेरे यूं ही चलना चाहिए, मैं रहूं या ना रहूं भारत ये रहना चाहिए। मेरी नस नस तार कर दो और बना दो एक सितार, राग भारत मुझ पे छेड़ो झंझनाओ बार बार। देश से ये प्रेम आंखों से छलकना चाहिए, मैं रहूं या ना रहूं भारत ये रहना चाहिए। वंदे मातरम, वंदे मातरम, सुजलाम सुफलाम मलयज शीतलाम, सस्य श्यामलां मातरं वन्दे मातरं। शुभ्रज्योत्स्ना पुलकितयामिनी, पुल्लकुसुमित द्रुमदलशोभिनी, सुहासिनी सुमधुरभाषिणी, सुगधां वरदां मातरं वन्दे मातरं, वन्दे मातरं। जय हिंद। Respected principal, teachers and my dear friends, I am Hida Soni M, studying 3B. Today I am going to speak about the Republic Day. This year we are celebrating 71st Republic Day. The Republic Day is celebrated on 26 January every year with great zeal. It is the national festival of India and a national holiday. On 26 January 1950, the Indian Constitution came into effect. The Indian Constitution gives us our fundamental rights like freedom of speech, education, religion and more. Dr. B.R. Ambedkar is known as the architect of Indian Constitution. The President of India hoists the national flag. The celebration followed by a huge parade and distribution of bravery awards. In schools, colleges, many cultural events like dance, music, sports are organized and distributed on the stage. Let us pledge to be the responsible citizen of India. Jai Hind, Jai Bharat. Thank you. We are Indians, bold and free. We will guard our lovely country. We are Indians, bold and free. We will guard our lovely country. We salute our flag with love and pride and sing Jana Gana Mana stepping side by side. We salute our flag with love and pride and sing Jana Gana Mana stepping side by side. We are Indians, bold and free. We will guard our lovely country. We are Indians, bold and free. We will guard our lovely country. When I get older, I will be stronger. They call me freedom, just like a waving flag. So wave your flag, so wave your flag.
കോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. Morning to all and a happy Republic Day. My name is Akshara Sudhi, studying in AKG 8. Today I'll tell a few words about Republic Day. We celebrate Republic Day every year on 26th January. Our constitution coming to being on this day. Today I like to thank great leaders and soldiers who sacrificed themselves to our nation. Jai Hind. celebrating Sunday second Republic Day. Republic Day is celebrated on 26th January every year. It is a national festival of India. On 26th January 1950, the Constitution of India came into force. Today, I would like to present a song before you. I am proud to be an Indian. We are proud to be the Indians. I am proud to be an Indian. We are proud to be the Indians. It's a wonderful country. It's an amazing country. It's a wonderful country.
security. It's a wonderful country. It's an amazing country. It's a wonderful country. It's an amazing country. I am proud to be an Indian. We are proud to be the Indians. I am proud to be an Indian. We are proud to be the Indians. It's a country of powerful army. It's a country of strong soldiers. It's a country of powerful army. It's a country of strong soldiers. It's a country of unity. It's a country of diversity. It's a country of unity. It's a country of diversity. It's a wonderful country. It's an amazing country. It's a wonderful country. It's an amazing country. I am proud to be an Indian. We are proud to be the Indians. I am proud to be an Indian. We are proud to be the Indians. Thank you. Good morning to all. As we all know that we have gathered here on a very special occasion of our nation called as Republic Day, I would like to give a small speech on Republic Day in front of you. I am so excited to say something about our country in this big occasion of Republic Day. Republic Day is celebrated on 26 January from 1950. Today we are all here to celebrate our 72nd Republic Day of our nation. India got independence since the 15th of August 1947, which is celebrated as Independence Day. And on 26 January 1950, the Constitution of India came into force, so it is celebrated as Republic Day. Republic means the supreme power of the people, and only the public has the right to elect their leaders as a political leader to lead the country in the right direction. So, India is a republic country where we people elect our leaders as a president, prime minister, etc. Our great Indian freedom fighters have struggled a lot to get our freedom back. They have struggled so that the future generations may live without struggle and may lead the country in the right direction. On Republic Day, there is a great arrangement that takes place by the Government of India in New Delhi, in Rajpath, at front of the India Gate. Every year, the Prime Minister of India is chief guest for hoisting the national flag at Rajpath. On this auspicious occasion, let us bow our heads before the memories of our Indian freedom fighters and great leaders. This is the occasion to reform our commitment to unity in diversity, fraternity and equality among all our citizens. Thanks again for giving me an opportunity to speak in front of you all. Thank you. Jai Hind. Good morning to Excellencies, respected principal, teachers and my dear friends. I would like to speak on this great annual occasion of Indian Republic Day. We celebrate Republic Day on 26 January to commemorate the day when Indian Constitution come into force and India is declared as a republic country. India is a republic country which has no any king or a queen to rule it. However, the public of the country is the ruler. Every one of us living in the country have equal rights. No one can be a chief minister, prime minister or a president without voting of us. We have right to choose our best prime minister or other leaders, but he should be capable enough to think in the favor of our country. He should think equally about every state, villages, cities, so that India will be a well-developed country without any discrimination of race, religion, high, rich, poor, high class, middle class, lower class, literacy, etc. Our leaders should be capable for dominating properties in the favor of our country, so that each and every officials may follow all the rules and regulations in the correct way. We should follow all the Indian rules and regulations to make India as a corruption-free country. Only corruption-free India really and truly mean a country with unity in diversity. Our leaders should not understand them as a special person. They are one from us. They are elected by us to lead this country in the correct way.
So there should be no any confusion between their own ego, authority and position. Thank you. Jai Hind.
morning, everyone. Respected principal, teachers, parents, and all my dear friends. First of all, I would like to wish you all a very happy Republic Day. Today we are celebrating 72nd Republic Day of our nation. Republic Day is celebrated on 26th January from 1950. It is one of the most important days for Indian people. India got independence since 15th August 1947, which is celebrated as Independence Day. And on 26th January 1950, the Constitution of India came into force, so we celebrate this day as the Republic Day of India. Our Constitution gives us various rights and responsibilities too. We live in a democratic country where people enjoy their fundamental rights. Republic means the supreme power of people living in the country, and only public has the right to elect their representative as a political leader to lead the country in the right direction. Our great Indian freedom fighters have struggled a lot to get their freedom back. They have struggled so that their future generations may live without struggle and lead the country ahead. As a citizen of the country, we too are responsible for its development. Let's pledge today to work hard for our country's development and prosperity. Thank you. Jai Hind. Thank you, friends, for such wonderful programs. Now it's time for the wind up. I would like to invite Smriti Krishna of Class 7 for the vote of thanks. A pleasant good morning to all. 26 January 2021 is the 72nd Republic Day of India. Due to COVID-19 pandemic, we are celebrating this great event in a virtual way. Let me first of all start by giving a glory to the Almighty God for making this occasion a resounding success. First and foremost, I thank our special guest, Mrs. Meena Sajan, Kadangod Panchayat President, and she is an active member in the social work since 2010. She, despite her busy schedule, and has found time to grace with us in this occasion. Thank you, ma'am, for your valuable presence. We are grateful to Thomas sir, Special Sub-Jail Superintendent Devkulam, and he is also our PTA executive member. And I also express my heartfelt thanks to our beloved principal, Sister Sharon Maria, who is the backbone of Nirmalites family. And I also thank our dearest vice principal, Sister Gio Therese, for her support in this occasion. I owe a special gratitude to the teaching staff and non-teaching staff who have worked hard to ensure that this occasion becomes a memorable success. Last but not the least, I thank you all my friends for the wonderful performance that you have made. Once again, I am thanking you all. Thank you. Thank you, Smriti. Well, we indeed believe that any academic or national event is incomplete without the national anthem of our beloved country. Thus, I would like to call Ayush G. Nair of Standard for the national anthem.
Now, I would like to thank all the chief guests, our dear principal sister, respectful teachers, and all my dear friends for making this program a delightful event. Thank you and have a very nice day ahead.